ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ എല്ലാ ദേശനിവാസികൾക്കും ഞങ്ങളുടെ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച എൻ്റെ മാന്യ സ്നേഹിതൻ ഇവിടെ പ്രസ്താവിച്ചതുപോലെ അങ്കമാലി അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിലും കടന്നു ചെന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയും യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം എങ്ങനെ ലഭ്യമാക്കാമെന്നതിനെക്കുറിച്ചുമൊക്കെ ലഘുപ്രഭാഷണങ്ങൾ കവലകൾ തോറും നടത്തി വരുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെയാണ് ഇന്ന് പീച്ചാനിക്കാട് എന്ന് പറയുന്ന ഈ ദേശത്ത് ഞങ്ങൾ എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളിൽ മിക്ക പേരും അങ്കമാലിയുടെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് എന്ന് ആ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ നാടുമായിട്ടും ഒക്കെ വളരെ പരിചയവും അടുത്തിടപഴകുവാനും ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള ലഘുപ്രഭാഷണങ്ങളിൽ കൂടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സാമൂഹിക തിന്മയുടെ അതിനെതിരായുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി തീരാൻ കഴിയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. ഈ ദേശനിവാസികളായിട്ട് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരിൽ മിക്കപേരും നല്ല തിരക്കിലാണ്, നിങ്ങൾക്കറിയാം. എങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൻ്റെ ചില മിനിറ്റുകൾ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ മാസം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 78ാമത്തെ വാർഷികം ആഘോഷിക്കുകയുണ്ടായി. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ എല്ലാ ധീര ജവാന്മാരെയും ഇത്തരണത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. എന്നാൽ ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ വർഷങ്ങൾ ഇങ്ങനെ കൊണ്ടാടുകയാണ്. എന്നാൽ യഥാർത്ഥമായൊരു സ്വാതന്ത്ര്യം നമുക്കിന്ന് അതിൻ്റെതായ പൂർണ്ണതയുടെ തലത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. യഥാർത്ഥമായ സ്വാതന്ത്ര്യം എല്ലാ മേഖലകളിലേക്കും കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സമൂഹം ഇന്ന് വലിയ പ്രതിസന്ധികളെ നേരിടുകയാണ്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം എന്തെന്നില്ലാത്ത വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നുവെന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തറ പോലും ഇളകിയിരിക്കുക. ഞാൻ പറയാം, മദ്യവും മയക്കുമരുന്നും അതിൻ്റെതായ അമിതമായ ഉപയോഗം മൂലം ഇന്ന് പല നിലകളിലുമായ പ്രതിസന്ധികൾ നമ്മുടെ സമൂഹത്തിൽ അലതല്ലി ഉയരുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പഠിക്കാൻ വിട്ട മാതാപിതാക്കന്മാർ പിന്നീട് വരുന്ന വാർത്തകൾ വളരെ ഞെട്ടലോടെയാണ് സ്വീകരിക്കുന്നത്. ഈ അടുത്ത സമയത്തല്ലേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി മയക്കുമരുന്നിൻ്റെ വാഹകയായി അല്ലെങ്കിൽ അത് ക്യാരിയറായി എന്നുള്ളത് നാം വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ്. അങ്ങ് ഒട്ടും വിദൂരത്തിലല്ലാത്ത ആലുവയിൽ ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ട്രെയിനിൽ യാത്ര ചെയ്ത് മയക്കുമരുന്നുകൾ വ്യാപാരം ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ പോലീസ് അധികാരികൾ അറസ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. വളരെ കണ്ണുനീരോടുകൂടെ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ നമ്മൾ പലരും കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അമിതമായ ഉപയോഗം മൂലം നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നു, കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു. വളരെ നീചകരമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ പല പ്രിയപ്പെട്ടവരും കടന്നു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നാം അധിവസിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തെ നാം അഭിമാനത്തോടെ വിളിച്ചിരുന്നൊരു പേരുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. എന്നാൽ ആ പേരിനോട് ഒട്ടും നീതി പുലർത്താൻ കഴിയാത്ത തലത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം, നമ്മുടെ ഈ സമൂഹം മാറ്റപ്പെട്ടു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. കഴിഞ്ഞ ചില മാസങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച, നമ്മെ ഓരോരുത്തരെയും കരയിച്ച എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളക്കരയിൽ അരങ്ങേറുവാനിടയായിത്തീർന്നത്. ആലുവയിൽ പിച്ചി ചീന്തപ്പെട്ട 5 വയസ്സുള്ള കുഞ്ഞും, കൊല്ലത്ത് സ്വന്തം പിതാവിൻ്റെ കൈക്കരുത്തിൽ മഴുവിനാൽ വെട്ടിനുറുക്കപ്പെട്ട ഒരു 6 വയസ്സുകാരിയും, കാബാലികൻ്റെ കത്തിമുനയിൽ അണഞ്ഞുപോയ നമ്മുടെ സമൂഹത്തിൽ നാളെയുടെ ഭാവി വാഗ്ദാനമാകെ മാറേണ്ടിയിരുന്ന ഒരു വനിതാ ഡോക്ടറും, മൂക്കന്നൂരിൽ കാമുകൻ്റെ കത്തിയാൽ കുത്തിക്കൊല ചെയ്യപ്പെട്ട ഒരു സഹോദരിയും, എറണാകുളത്ത് നൊന്ത് പ്രസവിച്ച മകൻ്റെ കത്തിമുനയിൽ അണയേണ്ടി വന്ന മാതാപിതാക്കന്മാരും, അപ്പോൾ തന്നെ ആ വലിയ ദുഃഖകരമായ
വാർത്തകൾ ഞാനെല്ലാം പറയുന്നില്ല, അതൊക്കെയും നമ്മുടെ കേരളക്കര കഴിഞ്ഞ ചില മാസങ്ങൾക്കിപ്പുറം കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇവരൊക്കെ നമ്മുടെ നാടിൻ്റെ തീരാവേദനയായി മാറി. ചില നാളുകളിലേക്കെങ്കിലും വർത്തമാന പത്രങ്ങളിൽ ഇവരെക്കുറിച്ചുള്ള വാർത്തകളും ഇവരെക്കുറിച്ചുള്ളതായ കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ചില നാളുകൾ കഴിയുമ്പോൾ ഇതൊക്കെ മറക്കുവാനിടയായി തീരും. പക്ഷേ ആർക്കാണ് നഷ്ടം? അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അത് നഷ്ടമാകാൻ വലിയൊരു നഷ്ടമായിട്ട് തീരുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പൈശാചികമായ പ്രവൃത്തിയുടെ മൂലകാരണം? ഇങ്ങനെയുള്ള കൊടും ക്രൂരകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ കാരണം എന്താണ്? നിസ്സംശയം ഞാൻ പറയാം, മദ്യപാനവും മയക്കുമരുന്നും അതിൻ്റെ അമിതമായ ഉപയോഗം മൂലമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഈ നീചകൃത്യങ്ങൾ നടക്കുവാനായിട്ട് മുഖാന്തരമായി മാറുന്നത്. മദ്യപാനം ഒരു ചതിക്കുഴി എന്നറിയാതെ ഇന്നത്തെ കേരളത്തിലെ യുവതലമുറ അതിലേക്ക് വഴുതി വീഴുകയാണ്. രണ്ട് കരവും നീട്ടി അതിനെ സ്വീകരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പരിണിതഫലങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, കൊലപാതകങ്ങൾ കൂടുന്നു, അതുപോലെ തന്നെ ലൈംഗിക ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു, മോഷണങ്ങൾ പെരുകുന്നു, ആത്മഹത്യകൾ പെരുകുന്നു. ശരിയല്ല ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പുരോഗതിയിലേക്ക് പോകേണ്ട നാട് വളരെ അധോഗതിയിലേക്കാണ് നീങ്ങുന്നതെന്ന് ഇന്ന് എത്ര പേർക്കൊന്ന് മനസ്സിരുത്തി ചിന്തിക്കാൻ കഴിയും? ശരിയല്ലേ? നമ്മൾ നാട് പുരോഗതിയിലേക്ക് പോകേണ്ട സമയങ്ങൾ കഴിഞ്ഞു. ഇന്നും വളരെ അധപ്പതിച്ച സാഹചര്യത്തിൽ കൂടെ നമ്മൾ പോകുകയാണ്. നമ്മുടെ തലമുറകൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലമുറകൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പുറകെ സഞ്ചരിച്ച് അവരുടെ ജീവിതം, ഭാവി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നതിലൊട്ടും അതിശയോക്തിയില്ല. ഈ അടുത്ത സമയത്ത് പുറത്തു വന്ന് കണക്കുകൾ പറയുന്നത് 40% ആളുകൾ ലഹരിക്ക് അടിമകളാണെന്നാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കല്ലേ അത്? ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്കപ്പുറം അങ്കമാലിയിൽ സംഭവിച്ച ഒരു വാർത്ത കേട്ട് ഞാൻ ഞെട്ടിപ്പോകാൻ ഇടയായി തീർന്നു. അങ്കമാലിയിൽ ബഹുമാനപ്പെട്ട എക്സൈസ് അധികാരികൾ പിടിച്ചെടുത്തത് 200 കിലോ കഞ്ചാവാണ്. നമ്മുടെ നാട്ടിൽ തെങ്ങിനും കപ്പയ്ക്കും വളമിടാൻ വേണ്ടി കൊണ്ടുവന്നതല്ല 200 കിലോ കഞ്ചാവ്. നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കാൻ വേണ്ടി അങ്ങ് വിദൂരത്തിൽ നിന്നും തന്ത്രപൂർവ്വം കടത്തിക്കൊണ്ടുവന്ന് അല്പാൽപമായിട്ട് നമ്മുടെ യുവതലമുറയുടെ കരങ്ങളിലേക്ക് ആരുമറിയാതെ എത്തപ്പെടുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മുടെ തലമുറയാണ് നശിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കടിക്കാൻ വരുന്ന പട്ടിയെ എറിയാൻ നമ്മൾ കല്ലെടുക്കാറുണ്ട്, കൊത്താൻ വരുന്ന പാമ്പിനെ അടിക്കാൻ വടിയെടുക്കാറുണ്ട്. എന്നാൽ മാനവജാതിയെ, നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിയെ കണ്ട് നാം രണ്ട് കരവും നീട്ടി അതിനെ സ്വീകരിക്കുകയാണ്. ഇത് അപകടമാണെന്നറിയാതെ, ചതിക്കുഴിയാണെന്നറിയാതെ യുവതലമുറ അതിലേക്ക് വഴുതി വീഴുകയാണ്. ഒരു ഉറുമ്പിൻ്റെ മുൻപിലേക്ക് അല്പം പഞ്ചസാരയും 2 കഷണം ഉപ്പുകല്ലും ഇട്ടുകൊടുത്താൽ ഉറുമ്പ് ഏത് തൊട്ട് നോക്കും? ഉറുമ്പ് ഒരിക്കലും ഉപ്പ് തൊട്ട് നോക്കുകയില്ല. ഉറുമ്പ് പഞ്ചസാരയെ അത് ടേസ്റ്റ് ചെയ്യുകയുള്ളൂ. കാര്യം എന്താ? ഉറുമ്പിനറിയാം ഉപ്പിനകത്തടങ്ങിയിരിക്കുന്ന സോഡിയം ക്ലോറൈഡ് തൻ്റെ പ്രാണന് ഹാനികരമാണെന്ന് ഉറുമ്പിന് ബോധമുണ്ട്. ഞാൻ പറയട്ടെ, ഇന്ന് നമുക്ക് സുലഭമായി ലഭിക്കുന്ന മദ്യക്കുപ്പിയുടെയും അതുപോലെ മയക്കുമരുന്നിൻ്റെയൊക്കെ അല്ലെങ്കിൽ പാൻ മസാലകളുടെയൊക്കെ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയേക്കുന്നത്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, ഇത് ഉപയോഗിക്കരുത് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പുണ്ട്. അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആരും വായിക്കരുതെന്നുള്ള ധാരണയോടെ ആയിരിക്കാം വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. എൻ്റെ പൊന്നു സ്നേഹിതരെ, ആളുകൾ ഇപ്രകാരമുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. വളരെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ കൊച്ചു കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് എക്സൈസ് അധികാരികൾ പലതരത്തിലുള്ളതായ സെമിനാറുകളും അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള കാര്യങ്ങളുമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആകുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, അല്ലേ? ഒട്ടുമിക്ക കവലകളിലുമൊക്കെ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ആളുകൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, ഇത് കേട്ട് അത് വിടുകയാണോ തള്ളിക്കളയാണോ ഞങ്ങൾക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളുടെ കുറവല്ല, ഇങ്ങനെയുള്ള സെമിനാറുകളുടെ കുറവല്ല, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ കൂടെ ലഭിക്കുന്ന അവയർനെസ് പ്രോഗ്രാമുകളുടെ കുറവൊന്നുമല്ല. പക്ഷേ മനുഷ്യന് ഗ്രഹിക്കുവാനുള്ള ശേഷി നഷ്ടമായി, മനുഷ്യന് ചിന്തിക്കുവാനുള്ള ശേഷി നഷ്ടമായി. അതല്ലേ ഇന്നത്തെ മനുഷ്യൻ്റെ പരാജയത്തിന് കാരണമായി തീർന്നിരിക്കുന്നത്? ഈ അടുത്ത സമയത്ത് ഒരു കുടുംബ കോടതിയുടെ ഉദ്ഘാടനം നടക്കുക. അതിൻ്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി ഇപ്രകാരം പറഞ്ഞു: നമ്മുടെ നാട് എത്രയോ ധന്യമാണ്. ഒരു കുടുംബ കോടതി നമുക്കിവിടെ ഉണ്ടായിരുന്നു, എന്നാൽ ഒരു കുടുംബ കോടതി കൂടെ നമുക്ക് അനുവദിച്ച് കിട്ടിയത് നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിയാണെന്ന് അല്ലെങ്കിൽ പുരോഗതിയാണെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി.
എന്നാൽ ആ സമ്മേളനം ഉദ്ഘാടനം അല്ലെങ്കിൽ ആ കുടുംബ കോടതി ഉദ്ഘാടനം ചെയ്യുവാൻ വന്ന ബഹുമാനപ്പെട്ട ജഡ്ജ് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ സ്നേഹിതൻ പറഞ്ഞതുപോലെ ഒരു കുടുംബ കോടതി കൂടെ ഈ നാട്ടിൽ അഡീഷണലായി വന്നത് അത് നാടിൻ്റെ പുരോഗതിയല്ല കാണിക്കുന്നത്, അത് അധോഗതിയാണ്. എൻ്റെ പ്രിയരെ, ഇന്ന് കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലല്ലേ? ഇന്ന് വിവാഹം, അടുത്ത ആഴ്ച ഡൈവോഴ്സ്, അങ്ങനെ എത്രയോ കുടുംബങ്ങളാണ് പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ ഇതിൻ്റെ കാരണം എന്താണ്? കുടുംബജീവിതത്തിലേക്ക് വളരെ പ്രതീക്ഷയോടെ പറഞ്ഞയച്ച മാതാപിതാക്കന്മാർ, അവരുടെ മക്കളെ കുറിച്ച് നല്ല സ്വപ്നങ്ങൾ നെയ്ത മാതാപിതാക്കന്മാർ പിന്നീടാണ് അറിയുന്നത് അവർ മദ്യത്തിനടിമയാണ്. കുടുംബജീവിതം നയിക്കാൻ അവർക്ക് ആവുന്നില്ല, പരസ്പരം സഹകരിക്കാൻ കഴിയുന്നില്ല, പരസ്പരം ഒത്തുപോകാൻ കഴിയുന്നില്ല. പലരും വേർപരിയിലെൻ്റെ വക്കിലാണ്. ഇന്ന് അത് അധികമായിട്ട് വർദ്ധിച്ചു വരികയാണ്. ഞാൻ പറഞ്ഞത് മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പരിണിത ഫലങ്ങളാണ്. എല്ലാം വിശദീകരിക്കാൻ എൻ്റെ മുമ്പൊക്കെ സമയമില്ല. ഞാൻ പറയട്ടെ, അമ്മത്തൊട്ടിലുകൾ എണ്ണം വർദ്ധിക്കുന്നു, അപ്പോൾ തന്നെ ആത്മഹത്യകൾ പെരുകുന്നു. ഞാൻ പറയാം, ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല, വെറുതെ ഒരു ഒളിച്ചോട്ടം മാത്രമാണ്. ആത്മഹത്യ ഒരു ജാൻ കയറിൽ ജീവനൊടുക്കിയാൽ, ഒരു കുപ്പി വിഷത്തിൽ ജീവനൊടുക്കിയാൽ പ്രശ്നം മാറുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ ഒളിച്ചോടുകയാണ്. എൻ്റെ സ്നേഹിതരെ, ആത്മഹത്യ ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യരുത്, അത് തെറ്റാണ്. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തുവിന് കഴിയും. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിന് കഴിയും. ഞങ്ങൾ പ്രസംഗിക്കുന്ന എൻ്റെ പ്രസംഗത്തിൻ്റെ മൂല കാരണമായ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് ഞങ്ങൾ പ്രസ്താവിക്കുകയാണ്. ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിളിനെ മുൻനിർത്തി ചില കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പര്യവസാനം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അഖിലാണ്ടത്തിന് സൃഷ്ടാവായ ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. എന്നാൽ മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു. ശരിയല്ലേ? മനുഷ്യൻ സൂത്രശാലിയാണ്. എത്രത്തോളം മനുഷ്യനിൽ നേരുണ്ടെന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. മനുഷ്യനിൽ നേര് ലവലേശമില്ല. തെറ്റായ പാതയിലൂടെ നടക്കാൻ വെമ്പൽ കൊള്ളുന്ന വ്യക്തികളാണ് ഇന്ന് സമൂഹത്തിൽ ഭൂരിഭാഗമുള്ളത്. അപ്പം ഞാൻ പറയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നേരുള്ളവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവാംശമായ ആത്മാവും ദേഹിയും നൽകി ജീവനുള്ള വ്യക്തിയായി ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. എന്നാൽ എവിടെയാ തെറ്റുപറ്റിയത്? മനുഷ്യൻ പാപം ചെയ്തു. അതിൻ്റെ പരിണിതഫലമായി ദൈവത്തോടുള്ള ബന്ധം മനുഷ്യന് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ബന്ധം ആ മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിട്ടു. പാപം ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചു. ഇന്ന് ഈ ദിവസം, ഈ സമയത്ത് എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, നമ്മുടെ ഉള്ളിൽ തെറ്റായ ചിന്തകൾ വരാൻ കാര്യമെന്താ? പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്താ? പാപത്തിലേക്ക് നമ്മെ തള്ളിയിടാൻ കാരണമാകുന്ന കാര്യമെന്താണ്? നമ്മുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന പാപത്തിൻ്റെ തലങ്ങളാണ്. ആ പാപം നമ്മിൽ വാടുന്നിടത്തോളം കാലം നമ്മളിൽ നന്മയുണ്ടാകത്തില്ല, നമ്മളിൽ നേരുണ്ടാകത്തില്ല, നമുക്ക് നന്മയുടെ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയത്തില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, എന്താണ് സകല പ്രശ്നങ്ങളെയും മൂലകാരണം? പാപമാകുന്ന ഇരുട്ട് മനുഷ്യനിൽ വസിക്കുകയാണ്. ഇരുട്ടിൽ ജീവിക്കാൻ മനുഷ്യൻ ഇന്ന് വെമ്പൽ കൊള്ളുകയാണ്. ഇരുട്ടെന്ന് പറയുന്നത് ഇന്ന് മനുഷ്യന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി തീർന്നിരിക്കുക. ഇരുട്ടിൻ്റെ മറവിലല്ലേ പല അധാർമിക പ്രവൃത്തികൾ നടക്കുന്നത്. ഞാൻ പറയാം, പാപമാകുന്ന ഇരുട്ട് മനുഷ്യനിൽ വസിക്കുന്നിടത്തോളം കാലം മനുഷ്യർക്ക് നന്മയുടെ തലങ്ങളിലേക്ക് വരാൻ കഴിയുന്നില്ല. സകലമാന ആളുകളും ഇന്ന് ഇരുട്ടിൽ തപ്പിത്തടയുക. ഹൃദയത്തിനകത്ത് തിങ്ങിയിരിക്കുന്ന ഇരുട്ട് നിമിത്തം എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ മനുഷ്യൻ വലയുകയാണ്. പാപമെന്ന ഇരുട്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും വഴിമാറുവാനിടയാകണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പാപമാകുന്ന ഇരുട്ട് മനുഷ്യരിൽ നിന്നും മാറിപ്പോയെങ്കിൽ മാത്രമേ നമ്മളിൽ വെളിച്ചം, അല്ലെങ്കിൽ നമ്മളിൽ നന്മയുടെ തലങ്ങൾ വെളിപ്പെട്ടു വരികയുള്ളൂ. പാപം ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാമായിരുന്നു. പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ മഴ കൊണ്ടോ വാക്കത്തി കൊണ്ടോ ഒക്കെ വെട്ടിക്കളയാമായിരുന്നു. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ പെട്രോൾ ഒഴിച്ചോ മണ്ണെണ്ണ ഒഴിച്ചോ നമുക്കതിനെ കത്തിച്ച് കളയാമായിരുന്നു. എന്നാൽ വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാപം, കത്തിച്ച് കളയാൻ കഴിയുന്ന ഒരു വസ്തുവല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല പാപം. എന്താണ് പാപം? മാനവജാതിയുടെ മനസ്സിൽ കുടിയിരിക്കുന്ന ഇരുട്ടാണ് പാപം. ഈ ഇരുട്ട് മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഏതാണ് ആ വഴി?
വെളിച്ചം നമ്മുടെ ഉള്ളിൽ വരിക, വെളിച്ചം നമ്മളിൽ വരിക. സന്ധ്യയാകുമ്പോൾ ഈ സ്ട്രീറ്റ് അല്ലെങ്കിൽ ഈ തെരുവിലൊക്കെ ഇവിടെ മനോഹരമായ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA മറ്റധികാരികളൊക്കെ സ്പോൺസർ ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. സന്ധ്യയാകുമ്പോൾ തെളിയും. എന്തിനാ? ഈ കവലയിൽ നല്ല വെളിച്ചം ഉണ്ടാകണം. രാത്രിയാകുമ്പോൾ ഇവിടെ ഇരുട്ടുണ്ടാകും. ഇരുട്ട് മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ലൈറ്റ് തെളിയിക്കുക എന്നതുപോലെ മാനവജാതിയുടെ മനസ്സിൽ കൂടിയിരിക്കുന്ന ഇരുട്ട് മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയാണ് വെളിച്ചം നമ്മിൽ വരിക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഞാൻ പ്രസംഗിക്കുന്ന ഈ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രസക്തി. 3-4 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. എങ്ങനെയാണ് മനുഷ്യനിൽ വെളിച്ചം വരുന്നത്? ഏതാണ് ആ വെളിച്ചം? വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ഒരുവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആര് പറഞ്ഞു? യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ലോകത്തിൽ മറ്റാരും പറയാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രസ്താവന. ഈ ലോകത്തിൽ ഇന്നും അനേകർ ഏറ്റുപറയുന്ന ഒരു പ്രസ്താവന, അനേകർ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ. എന്താണത്? യേശുക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത, നിങ്ങളുടെ ഹൃദയത്തിൽ അസമാധാനത്തിൻ്റെ തലങ്ങളിലാണോ ഇന്ന് ജീവിക്കുന്നത്? ഹൃദയത്തിൽ സമാധാനമില്ലാതെ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ചിന്തയോടെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? പീച്ചാനിക്കാട് ദേശനിവാസികളെ, ഇവിടെ വ്യാപാരം ചെയ്യുന്നവരെ, ഓട്ടോ ടാക്സി തൊഴിലാളികളെ, ഞാൻ നിങ്ങളെ ഇന്ന് പകലിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹൃദയത്തിനകത്ത് വാഴുന്ന ഇരുട്ട് മാറാൻ ഏക വഴിയുള്ളൂ. ലോകത്തിൻ്റെ രക്ഷകനായ സർവ്വലോകത്തിൻ്റെ വെളിച്ചം പരത്തുവാൻ കഴിയുന്ന യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. വിശുദ്ധ ബൈബിൾ പറയുന്നു, നാം രക്ഷപ്പെടാൻ ഏക വഴിയുള്ളൂ. ഏതാണ് ആ വഴി? മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. അത് യേശുക്രിസ്തു എന്ന ഏകനാമമാണ്. പ്രിയപ്പെട്ടവരെ, ആ നാമം എത്ര ധന്യമായ നാമമാണ്. വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതല്ലേ സംഭവിച്ചത്? എന്താ യേശു ക്രൂശിക്കപ്പെടാൻ കാരണം? സ്വന്തമായവരിലേക്ക് യേശു ക്രിസ്തു വന്നു. എന്നാൽ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം അഥവാ യഹൂദ ജനം യേശുവിനെ തള്ളിക്കളഞ്ഞു. മറ്റൊരു വ്യക്തിയെ അവർ കാത്തിരുന്നു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാ? നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുക. മരണം എപ്പോൾ വേണമെങ്കിലും വരാം. നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് നമ്മുടെ രക്ഷകനെ അറിയണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ കുറുക്ക് വഴികൾ തേടരുത്. തീർത്ഥാടന യാത്രകൾ നടത്തിയാൽ രക്ഷപ്പെടാൻ കഴിയില്ല. പൂജകളും കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ നടത്തിയാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഏക വഴിയുള്ളൂ. ഞങ്ങൾ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, സാക്ഷാൽ ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. നമുക്ക് ആയുസ് എത്ര നമുക്കറിയത്തില്ല. ആയുസ് എപ്പോൾ വേണമെങ്കിലും തീരാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ആയുസ്സിൻ്റെ ഒടുവിൽ നമ്മൾ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ട് നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് പോകും. അവിടെ നമുക്ക് ഒരു ഉറപ്പ് പ്രാപിക്കണം. എവിടെയെന്ന്? നിത്യമായ നരകത്തിലേക്കോ നിത്യമായ ജീവനിലേക്കോ? നാം ആരും നിത്യമായ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല. അതിനുവേണ്ടി വിശുദ്ധ ബൈബിൾ പറയുന്ന ഏക വഴി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അതായത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുക. പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. അത് നിത്യ നരകം. നിത്യ ജീവനിലേക്ക്, നിത്യരക്ഷയിലേക്ക്, നിത്യ സൗഭാഗ്യത്തിലേക്ക് വരുവാൻ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശേഷക്രിയകൾ കൊണ്ടോ പൂജകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ മരണാനന്തര ക്രിയകൾ കൊണ്ടോ നമുക്ക് രക്ഷ കിട്ടത്തില്ല. നാം ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ലോകരക്ഷകനെ അംഗീകരിക്കുക, യേശുവിനെ വിശ്വസിക്കുക. അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ഒരു സ്വർഗീയ കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ആ കോടതിയുടെ മുമ്പിൽ നമുക്ക് കള്ളം പറയാൻ പറ്റില്ല, ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മെ ശിക്ഷിക്കുന്ന ഒരു കോടതിയുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങളെ വിളിച്ചെത്തുകൊണ്ടൊരു കോടതിയുണ്ട്. നമ്മെ ശിക്ഷിച്ച് നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയും. അതിനു മുമ്പേ ഈ സത്യ സുവിശേഷത്തെ അംഗീകരിക്കാൻ മനസ്സുണ്ടാകട്ടെ. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുകയാണ്. എന്നാൽ ഞങ്ങൾ പ്രസംഗിച്ച ഈ വചനം നിങ്ങൾ ചിന്തിക്കുക, ഇത് നിങ്ങൾ ധ്യാനിക്കുക. എന്തെങ്കിലും
എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ദേശനിവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. സർവേശ്വരനായ ദൈവം ഈ ദേശനിവാസികളെയും ഇവിടെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.